ഗോട്ടിനെക്കാളും എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. വെരി ബാഡ്. ഞാനൊരു ഡൈഹാർഡ് ഫാനാണ് സൂര്യയുടെ, അതുകൊണ്ടാണ് ഒരു 6 month ബേബിയെ കൊണ്ട് ഒറ്റയ്ക്ക് വന്നത്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്തിരുന്ന് ഉറങ്ങിയാണ് ചെയ്തത്. പിന്നെ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരുന്നു. പൈസ എവിടെയെങ്കിലും പോയി വല്ല ആൾക്കാർക്ക് വല്ല പാവങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതിന് അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ മൂവിയാണ്. സൂര്യയുടെ ഒരു 6 pack വാവ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ഇതിനൊന്നും റിവ്യൂ പറയാനില്ല, വയ്യ. അടിപൊളി. അത് ചുമ്മാ പറയണേ, കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഗോട്ടിനെക്കാളും എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ബോറായിട്ടോ, കൊള്ളില്ല, നല്ല ഓരാതെ വരുന്നത്. ഇഷ്ടപ്പെട്ടില്ല ബ്രോ. സെയിം അഭിപ്രായം. കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല ബ്രോ. ഇതിനൊന്നും റിവ്യൂ പറയാനില്ല, വയ്യ. കുഴപ്പമില്ല, ആവറേജ്. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം ബ്രോ. പടം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ സൂര്യ ശിവകുമാർ എന്ന് പറയുന്ന ഒരു നടിപ്പിൻ നായകൻ, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ നായകനെ ഈ രീതിയിൽ ചേരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ സീക്വൻസുകളെല്ലാം ഉണ്ട്, പ്രണയ സീക്വൻസുകളുണ്ട്, മാസുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ സിനിമ വളരെ മോശമാണ്. ആ ബാലയുടെ സഹോദരനായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സൂര്യദേവി ഇങ്ങനെ ഉപയോഗിക്കരുത്, അത്രേ പറയാവുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഡയറക്ടറെ അറിയില്ല എന്നുള്ളതല്ല, പല കാറ്റങ്ങളും എടുത്തിരിക്കുന്ന ഒരു രീതിയുണ്ട്, മനസ്സിലായില്ലേ? സൂര്യയുടെ എടുത്തു നോക്കണ 5 പോലുള്ള മാസ് പടങ്ങളുണ്ട്, ആ അദ്ദേഹമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന്. കാരണം ഡയറക്ടറിൻ്റെ മിസ്റ്റേക്കാണത്, നടൻ്റെ അല്ല, ഡയറക്ടറിൻ്റെയാണ്. കാരണം ഡയറക്ടറാണ് ഒരു നടനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുപ്രധാന പങ്ക് ഇതിലുണ്ട്. സൂര്യ എന്ന് പറയുന്ന നടിപ്പിൻ നായകൻ, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ സൂര്യ അണ്ണനെ ഈ രീതിയിൽ ചിത്രീകരിക്കുക, അത്രേ പറയാം. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്തിരുന്ന് ഉറങ്ങിയാണ് ചെയ്തത്. പിന്നെ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരുന്നു, അത്രേ പറയാവുള്ളൂ. പോപ്കോണും കഴിച്ചുകൊണ്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയാണ്, അത്രേ പറയാവുള്ളൂ. പൈസ എവിടെയെങ്കിലും പോയി വല്ല ആൾക്കാർക്ക് വല്ല പാവങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതിന് അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു, അത്രേ പറയാവുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടില്ല. ചേട്ടാ നല്ല പടമാണ്, നല്ല സിനിമയാണ്, മാസാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് നല്ല കില്ലായിട്ടാണ് പോയിരിക്കുന്നത്. വിഷ്വൽസ് ആയാലും സെറ്റാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും സ്ക്രിപ്റ്റും അതുപോലെ സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കണമെന്ന് അറിഞ്ഞൂടെ. ഫസ്റ്റ് ഹാഫ് ഇമോഷൻസ് ഓക്കെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇമോഷൻസ് എന്തിനാണെന്ന് അറിഞ്ഞൂടെ. കഥയില്ലാത്ത പോലെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആക്ടിങ് എല്ലാവരുടെയും നൈസാണ്. അതുപോലെ സൂര്യ ഒരു കൊച്ചു പയ്യനൊക്കെ അഭിനയിക്കുന്നുണ്ട്, എല്ലാവരും നൈസാണ്. വൺ ടൈം വാച്ച് മൂവിയാണ്, പക്ഷേ ബഡ്ജറ്റിനുള്ളത് ഇല്ല. നല്ല സിനിമയായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല പണിയെടുത്തിട്ടുണ്ട്, വേറെ കൊള്ളില്ല. ഇറ്റ്സ് വെരി ബാഡ്. ഞാനൊരു ഡൈഹാർഡ് ഫാനാണ് സൂര്യയുടെ, അതുകൊണ്ടാണ് ഒരു 6 month ബേബിയെ കൊണ്ട് ഒറ്റയ്ക്ക് വന്നത്. ബട്ട് ഇറ്റ്സ് റിയലി ഡിസപ്പോയിൻറ്റഡ്. കൊടുത്ത പൈസ വെറുതെ ആയെന്ന് തോന്നുന്നില്ല, ബട്ട് അവരെന്തൊക്കെയോ ഒക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് സംഭവിച്ചത്. മൂവി വാസ് ജസ്റ്റ് ഓക്കെ. CGI ഒക്കെ കുഴപ്പമില്ല. ഡൈഹാർഡ് സൂര്യ ഫാൻ ആണെങ്കിൽ ഓക്കെ ടു വാച്ച് വൺസ്, ജസ്റ്റ് വൺസ് വാച്ച്. ഇറ്റ്സ് എ ബിറ്റ് ടു ലോങ്. പക്ഷേ അത്ര ഇതില്ല, ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. സൂര്യ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ സ്റ്റോറി കാണിക്കുന്ന ലുക്ക് അടിപൊളിയായിട്ടുണ്ട്, വേറെ ഒന്നും പറയല്ല. പടം കൊള്ളാം, സൂപ്പർ. BGM ഒക്കെ സൂപ്പറാണ്. ഉറങ്ങാനുള്ളതൊന്നുമില്ല, പക്ഷെ നല്ല പ്രസൻറ്റേഷനും നല്ല ഫൈറ്റ് സീൻസ് എല്ലാം നല്ലതായിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ, കുഴപ്പമില്ല, സൂപ്പർ. കൊള്ളില്ല, ഒന്നും കൊള്ളില്ല. എന്തിനാണ് വേസ്റ്റ്. പഴയ ആ ഒരു ഇത് കാണിച്ചപ്പോൾ കൊള്ളായിരുന്നു, പുതിയത് വന്നിട്ട് ഇതായിരുന്നു. വാവ് ഫാക്ടേഴ്സ് നല്ല സൂപ്പർ മൂവിയാണ്. സൂര്യയുടെ ഒരു 6 pack വാവ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, നല്ല മൂവീസാണ്, ഒരു കുഴപ്പമില്ല, നല്ല മൂവീസാണ്. അതൊരു ഹിസ്റ്റോറിക്കലും ന്യൂ ജെന്യൂ ആയിട്ടുള്ള മിക്സിംഗ് ആണ്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ട നല്ല സൂപ്പർ മൂവിയാണ്. തീർച്ചയായിട്ടും സൂര്യയുടെ നല്ല അടിപൊളി മൂവിയാണ്. നമുക്കൊരു വാവ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, 3D ആണെങ്കിലും ഒരു കൊള്ളാം. അതെനിക്ക് തോന്നുന്നു മുൻധാരണയോടുകൂടി വന്നിരുന്ന് കാണുന്നത് കൊണ്ടാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ട ഒരു കുഴപ്പമില്ല, സൂപ്പർ മൂവിയാണ്, പൊളിയാണ്. മൂവി കൊള്ളാം, നല്ല എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ പിന്നെ എനിക്കറിഞ്ഞൂടെ, ചെറിയ ലോജിക്കില്ലാത്ത രീതിയിൽ തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ കൊള്ളാം. ഉറങ്ങാനില്ല, വിഷ്വൽസ് ഒക്കെ കൊള്ളാം. അങ്ങനെ വിഷ്വൽസ് ഒക്കെ കണ്ടിരിക്കാം, ഉറക്കമൊന്നും അങ്ങനെ വരില്ല, വിഷ്വൽസ് കണ്ടിരിക്കാം. പിന്നെ എന്തൊക്കെ പോലെയൊക്കെ തോന്നണം, എന്തോ ഈ ധീരയും 7-6 ഒക്കെ എടുത്ത് വേറെ രീതി ചെയ്തിട്ട് തോന്നി എന്തോ ഒരു കഥ. പിന്നെ ഈ പ്രാവശ്യം മറ്റേ അണ്ണാത്തെ പോലെ പാസമൊന്നുമില്ല വലിയ, അങ്ങനെ ഒരു വിഷ്വൽസ് എല്ലാം കൊള്ളാം. സ്റ്റോറി നല്ല സ്റ്റോറി ആണ്. സൂര്യ ഇപ്പം 12 വർഷമായല്ലേ ഹിറ്റൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ നല്ല സ്റ്റോറിയൊക്കെ എടുക്കാൻ നോക്കണം സൂര്യ. അല്ലാതെ ഇനി വീണ്ടും ഇത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് തിയേറ്റർ ഹിറ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് സൂര്യനെ. അവസാനം കാർത്തിക വന്നിട്ട് ചുമ്മാ കോമാളിത്തരം പോലെയൊക്കെ കാണിച്ചിട്ട് കൈതിയില്ല റോളക്സിനെ ദില്ലിയും പറയിപ്പിക്കാൻ വേണ്ടി. ഒരു ആവറേജ്, വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നാൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ ഒരു ആവറേജ്. ശിവ ഇല്ല, ഒരു ചാൻസും ഇല്ല, വളരെ കുറവാണ്. കാരണം എന്തോ കേരളക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. തമിഴിലൊരു പൊന്നിയിൻ 7 ലെവലിലൊന്നും പോകത്തില്ല എന്തായാലും. ഒരു ആവറേജ്. സൂര്യ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ശിവ ആസ് യൂഷ്വൽ തേച്ചു. കിടിലൻ സിനിമ ബ്രോ,
ഫസ്റ്റ് ഹാഫിൽ ഒരു 20 മിനിറ്റ് ബോറായിരുന്നു, പക്ഷെ ബാക്കി എല്ലാം ത്രൂ ഔട്ട് കിടില സിനിമയായിരുന്നു. 1000 കോടി അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സിനിമ കൊള്ളാം, നല്ല സിനിമ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് നല്ല ബോറായിരുന്നു. നമ്മൾ ഒരു വളിച്ച കോമഡിയൊക്കെ അടിച്ച് നല്ല ബോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്റ്റൊക്കെ സൂര്യൻ്റെ പാസ്റ്റൊക്കെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനില്ല. വിഷയ സിനിമ. ഈ പ്രസൻറ്റ് അത്ര വർക്കായിട്ടില്ല, അത്ര പോരായിരുന്നു. പക്ഷേ പാസ്റ്റ് പോർഷൻസ് സൂര്യയുടെ എഫേർട്ടും ആ ബോഡി 6 പാക്ക് ഈ പ്രായത്തിൽ തിരിച്ചെടുത്തതൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ വിഷ്വൽ ട്രീറ്റ് ആണ്, പാസ്റ്റ് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ക്ലൈമാക്സിൽ നല്ല സർപ്രൈസസ് എല്ലാം അടങ്ങി കിടിലം പണം തന്നെയാണ്. ഈ 2 എന്താണെന്ന് അറിയില്ലേ, പ്രസൻറ്റ് പോർഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടമാണ്. ദിശ പട്ടാനി അത്ര തോന്നിയില്ല.